ആളുകൾ പോയി കഴിഞ്ഞിട്ടും അവൾക്ക് മാത്രം അവിടെ നിന്ന് പോവാൻ കഴിഞ്ഞില്ല. അമ്മയെങ്ങും പോവല്ലേ, മോൾക്ക് പേടിയാ. കാതുകളിൽ മുഴങ്ങുന്ന തൻ്റെ പൊന്നുമോളുടെ ഏങ്ങൽ ഹൃദയത്തെ ഒരു കത്തി കൊണ്ട് രണ്ടായി മുറിക്കുന്നത് പോലെ തോന്നിച്ചു ലക്ഷ്മിക്ക്. ഭർത്താവ് മരിച്ച അവൾക്ക് തൻ്റെ മോൾക്ക് വേണ്ടി ജീവിക്കണമെന്ന ആഗ്രഹമാണ് ഒരു ജോലിക്ക് പോകാൻ പ്രേരണയായത്. അതുകൊണ്ടാണ് 4 വയസ്സ് മാത്രം പ്രായമുള്ള സ്നേഹമോളെ സ്വന്തം സഹോദരൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് അവൾ ജോലിക്ക് പോയി തുടങ്ങിയത്. കിലുക്കാൻ പെട്ടിയെ പോലെ കിലുകില സംസാരിച്ചിരുന്ന പൊന്നുമോള് പെട്ടെന്നൊരു ദിവസം മിണ്ടാതെ ആയപ്പോൾ എന്തോ വയ്യായികയാണെന്നേ തോന്നിയുള്ളൂ. അടുത്തിരുത്തി ആ കുഞ്ഞു മുഖം കയ്യിലെടുത്ത് എന്തു പറ്റി അമ്മയുടെ പൊന്നിന് എന്ന് ചോദിച്ചത് മാത്രമേ ലക്ഷ്മിക്ക് ഓർമ്മയുള്ളൂ. അമ്മാവൻ ചീത്തയാ അമ്മേ, എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഏങ്ങിക്കരയുന്ന തൻ്റെ പൊന്നുമോളെ കണ്ട് നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നിയെങ്കിലും ഹരിതാത്തതൊന്നും ആവരുതേ തൻ്റെ കുഞ്ഞു പറയാൻ പോകുന്നത് എന്ന് ആ അമ്മ മനം അതിയായി ആഗ്രഹിച്ചുപോയി. പക്ഷേ 4 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ പൊന്നോമനയുടെ പിഞ്ചിളം മേനിയിൽ ഒരു വെറി പിടിച്ച പട്ടിയെപ്പോലെ കയറിയിറങ്ങിയ സ്വന്തം സഹോദരൻ്റെ വൃത്തികെട്ട കഥ കൊഞ്ചൽ മാറാത്ത ശബ്ദത്തിൽ പൊന്നുമോള് തേങ്ങലോടെ പറയുന്നത് കേട്ട് തരിച്ചിരിക്കാൻ മാത്രമേ ആ അമ്മയ്ക്കായുള്ളൂ. ലോകത്തിന് പറഞ്ഞു ചിരിക്കാൻ മറ്റൊരു ഇരയായി തൻ്റെ കുഞ്ഞു മാറരുത് എന്നോർത്താണ് അത്താഴവറ്റിൽ വിഷം ചേർത്ത് മകളെയും ഊട്ടി അവളും കഴിച്ചത്. വിധി അവിടെയും ലക്ഷ്മിയെ കൈവിട്ടു. അവളുടെ ജീവൻ ബാക്കിയാക്കി മകളെ മാത്രമായി അങ്ങ് കൊണ്ടുപോയി. അണയാത്ത ചിതയുടെ അരികിൽ നിന്നും വിലങ്ങ് വെച്ച് പോലീസ് അവളെ കൊണ്ടുപോകുമ്പോഴും മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകല്ലേ അമ്മേ, മോക്ക് പേടിയാകുന്നു എന്ന തൻ്റെ കുഞ്ഞിൻ്റെ നേർത്ത കരച്ചിൽ അവളുടെ ചെവിയിൽ മുഴങ്ങി കേട്ട്